അമ്മ കറുമ്പി, മകള് വിളുമ്പി, മകളുടെ മകള് സുന്ദരിക്കോത. ഈ കടങ്കഥ കേൾക്കാത്തവരായിട്ട് ആരാണ് ഉള്ളത്? ഹായ് പ്രിയരെ, വെള്ളില അല്ലെങ്കിൽ പറത്തോൽ എന്ന പേരിലും അറിയപ്പെടുന്ന സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ജൈവ വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ നമ്മുടെ നാട്ടിൽ വിളറി വെളുത്ത് കാണുന്നത് കൊണ്ടാണ് വെള്ളില എന്ന് അറിയപ്പെടുന്നത്. വൈറ്റമിൻ എയുടെ കലവറയാണ്. സ്ത്രീകൾ പണ്ട് താളിയായിട്ട് ഉപയോഗിച്ചിരുന്നു. അല്പം ആര്യവേപ്പ് ഇല കൂടി ചേർത്താൽ ബഹുകേമം തന്നെ. ചിത്രശലഭങ്ങൾ ഇതിൽ മുട്ടയിടുന്നു. ഇതിന്റെ ഇല ശലഭങ്ങൾക്ക് ഏറെ ഇഷ്ടം തന്നെ. വെള്ളമുള്ളിടത്തും കുളത്തിന്റെ വക്കത്തും ധാരാളമായി കണ്ടുവരുന്നു. കാട്ടുചെടിയാണെങ്കിലും ഇതൊരു ഔഷധം തന്നെയാണ്. ചുമ, ശ്വാസമുട്ടൽ, കാഴ്ചശക്തി, അകാലനര, വയറുപെരുപ്പ്, ഗുൽമം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. തളിരില അരച്ച് പാലിൽ കൊടുത്താൽ മഞ്ഞപ്പിത്തം ശമിക്കുമെന്നും പണ്ടുള്ളവർ പറയുന്നു. ഇലയും വേരുമാണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. കുടുംബം റൂബിയസി, ശാസ്ത്രനാമം മുസേണ്ട ഫ്രോണ്ടോസ. സംസ്കൃതത്തിൽ ശ്രീവല്ലി, ശ്രീമതി, ഹിന്ദിയിൽ ബദിന, ബംഗാളി നാഗബല്ലി, തമിഴിൽ വെള്ളൈ ഇലൈ. പൂക്കൾ ചിലപ്പോൾ മഞ്ഞ, ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. രാസാദി ഗുണങ്ങൾ: രസം, കഷായം തിക്തം, ഗുണം തീഷ്ണം, വീര്യം ശീതം, വിഭാഗം കടു. ഇതിൽ സപ്പോണിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വ്രണങ്ങളിൽ പച്ചില അരച്ചിട്ടുണ്ടായിരുന്നു പണ്ടുള്ളവർ. നേത്രരോഗങ്ങൾക്ക് വിധിപ്രകാരം കണ്ണിലൊഴിക്കുവാനും കണ്ണ് കഴുകുവാനും ഉപയോഗിച്ചിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സ്നേഹപൂർവ്വം ജേക്കബ് മാത്യു, ഇലഞ്ഞി.